ഹായ് ഡിയേഴ്സ്, ഇറ്റ്സ് മീ MS ഫ്രം MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസിൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 8, 9, 10 പ്ലസ് 1 പ്ലസ് 2 ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കുട്ടികൾക്കൊക്കെ സന്തോഷകരമായുള്ളൊരു വാർത്തയാണ് ക്രിസ്മസ് എക്സാം മാറ്റിവെക്കുക എന്നുള്ളത്. ശരിയല്ലേ? യെസ്, ക്രിസ്മസ് എക്സാം മാറ്റി വെച്ചേക്കും എന്നുള്ളത് യാഥാർത്ഥ്യപരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്താണെന്നറിയോ? നമ്മുടെ തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് നടക്കുന്നത് 2 ഘട്ടങ്ങളിലാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇപ്പോൾ പ്രാദേശിക തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു പ്രചാരണങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും. വോട്ടെടുപ്പൊക്കെ ലിസ്റ്റിലില്ലാത്തവരുടെ ലിസ്റ്റ് ഇപ്പോൾ പുതുക്കുന്ന സംവിധാനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ എല്ലാവരും രാഷ്ട്രീയപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഓരോന്നിൻ്റെയും തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പിൻ്റെ ഓരോ ഘട്ടങ്ങളും വളരെ കൃത്യമായി ഡേറ്റ് അടക്കം ഇപ്പോൾ ഇതാ പ്രസ്സിലൂടെ റിലീസ് ചെയ്തിരിക്കുകയാണ്. നോക്കിക്കേ, നോട്ടിഫിക്കേഷൻ വരുന്നത് നവംബർ 14 വെള്ളിയാഴ്ചയായിരിക്കും. നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്നത് നവംബർ 21 വെള്ളി വരെയാണ്. സൂക്ഷ്മ പരിശോധന നവംബർ 22 ശനിയാഴ്ചയാണ്. പിൻവലിക്കൽ നവംബർ 24 തിങ്കളാഴ്ചയാണ്. വോട്ടെടുപ്പിൻ്റെ 1ാം ഘട്ടം ആരംഭിക്കുന്നത് ഡിസംബർ 9 ചൊവ്വാഴ്ച തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയാണ്. ഇനി വോട്ടെടുപ്പ് 2ാം ഘട്ടം ഡിസംബർ 11 വ്യാഴം തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയാണ്. അത് കഴിഞ്ഞ് വോട്ടെണ്ണൽ ആരംഭിക്കുന്നത് അല്ലെങ്കിൽ വോട്ടെണ്ണൽ നടക്കുന്നത് ഡിസംബർ 13 ശനിയാണ്. നമ്മുടെ എക്സാം നടക്കുന്നത് നിങ്ങൾക്കറിയാലോ, ഡിസംബർ 11 മുതൽ ഡിസംബർ 11 മുതൽ 19 വരെയുള്ള സമയ ഇടവേളകളിലാണ്. സോ തീർച്ചയായിട്ടും ഇതിനിടയിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. മെയിൻലി 11-ാം തീയതി തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെ. അപ്പോൾ ഞാനൊക്കെ കോഴിക്കോടൊന്നും അന്ന് എങ്ങനെ വെച്ചാലും എക്സാം വെക്കാൻ കഴിയില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ സർക്കാർ അധ്യാപകർക്കും ഒക്കെ ഗൈഡഡ് അധ്യാപകർക്കൊക്കെ ഈ ഒരു വോട്ടെടുപ്പിൻ്റെയൊക്കെ തിരക്കിലായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എക്സാം നടത്തേണ്ട അധ്യാപകർക്ക് ഇത്തരം ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടീസ് വരുന്ന സമയത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് നേരത്തെ അനൗൺസ് ചെയ്ത ഡേറ്റിൽ ചെറിയ വ്യത്യാസങ്ങൾ വന്നേക്കാം. ഇതുവരെ ക്രിസ്മസ് എക്സാമിൻ്റെ ടൈം ടേബിൾ റിലീസ് ചെയ്തിട്ടില്ല. ഇന്ന ദിവസം ഏത് എക്സാമാണ് എന്നുള്ളത് ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. ഓൾറെഡി നിങ്ങൾ അറിഞ്ഞ ടൈം ടേബിൾ എന്ന് പറയുന്നത് മോഡൽ എക്സാമിൻ്റെയും പബ്ലിക് എക്സാമിൻ്റെയും ഒക്കെ ടൈം ടേബിളാണ് അല്ലേ? മോഡലും വന്നിട്ടില്ല, പബ്ലിക് എക്സാമിൻ്റെ ടൈം ടേബിളാണ് വന്നിട്ടുള്ളത്. സോ സ്വാഭാവികമായിട്ടും ഇതൊരു ഇതിൽ പ്രയാസം എന്താണെന്നറിയോ? ഈ 11 to 19 എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയാൽ ചിലപ്പോൾ വേണമെങ്കിൽ ഒരു ദിവസം തന്നെ 2 എക്സാം കൊണ്ടുപോയി നടത്താം. അങ്ങനെ ചുരുക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, 19 എന്നുള്ളത് മുന്നോട്ട് 20, 21 അങ്ങനെയൊക്കെ മുന്നോട്ടേക്ക് നീക്കാം. അപ്പോൾ വെക്കേഷന് മുന്നോട്ട് നീളും. സ്കൂൾ തുറക്കുന്നത് ജനുവരി 2-ലേക്കും 3-ലേക്കൊക്കെ മാറിയേക്കും. എങ്ങനെയായിരിക്കും മാറ്റുക എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. വരും ദിവസങ്ങളിലായിട്ട് അല്ലെങ്കിൽ ഈ ആഴ്ച തന്നെ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. എന്തായാലും അധ്യാപകർ എന്ത് ചെയ്യും, പരാതി നൽകും ഈ ഒരു പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എക്സാമിൻ്റെ ഡേറ്റ് മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട്. എന്തായാലും നമുക്കിതിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്ക് വേണ്ടി കാത്തിരിക്കാം. എന്തായാലും ക്രിസ്മസ് പരീക്ഷകളുടെ ഡേറ്റ് മാറ്റി വെക്കുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട. കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കല്ലേ. ബൈ.